ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവെക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എടപ്പാളിലെ വള്ളത്തോൾ കോളേജിൽ വെച്ചിട്ട് ഒരു പുസ്തക പ്രകാശനം നടക്കുകയുണ്ടായി. അത് പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു നോവലാണ്, ഒരു കുഞ്ഞു നോവലാണ്. എഴുതിയിരിക്കുന്ന ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മുൻപും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഒരു നോവലാണ്. ഇതിന് സാക്ഷ്യം വഹിക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. എടപ്പാളിലെ ശ്രീ റഫീഖ് എടപ്പാൾ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിസരി ഇത്രാം തീയതി ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനമുണ്ട്, അതിൽ നിസരി ചെയ്യേണ്ടത് പുസ്തക പരിചയമാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഞാൻ മുൻപും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വല്ല വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ വേണ്ടിയാണ് നമ്മളതിൽ പോകാറുള്ളത്. പക്ഷെ പുസ്തക പരിചയം എന്ന് പറയുന്ന ഒരു സംഭവം എന്നെ ഏൽപ്പിച്ചപ്പോൾ അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയ്ക്ക് എനിക്ക് ഉണ്ടെങ്കിൽ കൂടി കഥ പറയുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു. ഒറ്റ ഇരുപ്പിനാണ് മജീഷ്യൻ സുശീലൻ ഞാൻ വായിച്ചു തീർത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക്, സ്കൂളിലെ കുട്ടികൾക്ക്, നിങ്ങളുടെ പ്രദേശത്തെ കുട്ടികൾക്കൊക്കെ ധൈര്യപൂർവ്വം കയ്യിലെടുത്തു കൊടുക്കാം മജീഷ്യൻ സുശീലൻ. വളരെ രസകരമായിട്ടാണ് നോവലിസ്റ്റ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ ഗൗരവതരമായിട്ടാണ് ഈ വിഷയത്തെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം മാജിക് എന്ന് പറയുമ്പോൾ മറ്റു വിഷയങ്ങൾ പോലെയല്ല, എളുപ്പം നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് പഠിച്ച് അറിയുന്ന ആളുകൾക്ക് മാത്രമേ അതിന്റെ ഓരോ വിഷയങ്ങളും വൃത്തിയായും വെടിപ്പായും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ മജീഷ്യൻ സുശീലൻ വായിച്ചു കഴിഞ്ഞപ്പോ അതിലെ കേന്ദ്ര കഥാപാത്രം ഒരു വാനരനാണ്. ആ വാനരൻ നമ്മളേക്ക് മനസ്സിന് ഇപ്പോഴത്തെ വായിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞെങ്കിൽ എന്റെ മനസ്സിൽ അദ്ദേഹം ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എന്റെ മനസ്സിൽ ഈ ഒരു കഥാപാത്രമുണ്ട്. മാജിക് എന്ന് പറയുന്ന ലോകത്തേക്ക് ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ എത്തിക്കുകയും സംശയങ്ങൾ ഒട്ടുമില്ലാതെ തന്നെ നമ്മളെ ആദ്യ ഭാഗത്തു നിന്നും അവസാന ഭാഗം വരെ ഒരു സംശയവും ഇല്ലാതെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ മജീഷ്യൻ സുശീലനും അതുപോലെ തന്നെ നമ്മുടെ നോവലിസ്റ്റായ ചന്ദ്രശേഖരൻ സാറിനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഒരു കാട്ടിലാണ് ഈ കഥ നടക്കുന്നത്. ഒരിക്കലും കഥ ഞാൻ പറയില്ല, കാരണം നിങ്ങൾ വായിച്ചു തന്നെ അറിയണം. ഈ മാജിക്കിന്റെ ലോകത്തേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു ചെല്ലണം. എനിക്കുണ്ടായിട്ടുള്ള ഈ വായനാനുഭവം, ഇതിന്റെ ഈ ഒരു സുഖം നിങ്ങളും കൂടി അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ആളുകളോടും ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മജീഷ്യൻ സുശീലൻ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. നമ്മുടെ മനസ്സിലെ മറ്റ് കഥാപാത്രങ്ങളിലെ ബാലരമയിലെയും ബാലമംഗളത്തിലെയും പൂമ്പാറ്റയിലെയും എല്ലാം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന മറ്റ് പല കഥാപാത്രങ്ങളെയും പോലെ ഈ ഒരു മജീഷ്യൻ സുശീലനും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പു തരാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ ഈ ഒരു മജീഷ്യൻ സുശീലൻ എന്ന് പറയുന്ന ഈ പുസ്തകം ഒരുപാട് ആളുകൾക്ക് സന്തോഷകരങ്ങളായിട്ടുള്ള വായനാനുഭവങ്ങൾ സമ്മാനിക്കട്ടെ. അദ്ദേഹം ഇനിയും ശ്രദ്ധിക്കപ്പെടട്ടെ. ഈ പുസ്തകം ഇനിയും ധാരാളം ആളുകളുടെ ഇടയിലേക്ക് എത്തട്ടെ എന്നുള്ളത് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ പുസ്തകം വാങ്ങാൻ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. മജീഷ്യൻ